സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കാൻ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നും യോഗ്യരായവർ ഇല്ലെന്ന മാനേജ്മെന്റ് വാദം അടിസ്ഥാനരഹിതമെന്ന് ഉദ്യോഗാർത്ഥികൾ. വസ്തുതകൾ മറച്ചുവെച്ച് മാനേജ്മെന്റുകൾ തെറ്റിദ്ധാരണ പരത്തുകയാണ്. സർക്കാർ തങ്ങളെ കൈവിടില്ലെന്ന പ്രതീക്ഷയാണുള്ളതെന്നും ഭിന്നശേഷിക്കാർ പറയുന്നു. എനിക്കൊപ്പമുള്ളത് അധ്യാപക നിയമനം കാത്തു നിൽക്കുന്ന ഒരുപറ്റം ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളാണ്. ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് പ്രിൻസ് ജോസ്. ഞാൻ MA BEd ആണ്. KT 2, 3 പാസ്സായിട്ടുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ സബ്ജക്റ്റ്. എൻ്റെ പേര് സുനിൽ. MEdും സെറ്റും നെറ്റും പാസ്സായിട്ടുണ്ട്, കെമിസ്ട്രി. എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ BA BEd ആണ്. കാറ്റഗറി 3 പാസ്സായിട്ടുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് നിസാർ. ഞാൻ MA BEd കഴിഞ്ഞു. കാറ്റഗറി 2ഉം 3ഉം പാസ്സായിട്ടുണ്ട്. എൻ്റെ പേര് സരുൺ സാബു. BA BEd പാസ്സായി. കാറ്റഗറി 2 കേറ്ററ്റ് പാസ്സായി. സോഷ്യൽ സയൻസ് ആണ് വിഷയം. എന്താണ് നിങ്ങളുടെ അടിസ്ഥാന വിഷയം? എന്താണ് ഞങ്ങളുടെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും സർക്കാരിൻ്റെയും ഉത്തരവ് പ്രകാരം ഞങ്ങൾക്ക് ലഭിക്കേണ്ട സംവരണം ലഭിക്കുന്നില്ല. എയ്ഡഡ് മേഖലയിൽ ഞങ്ങളുടെ നിയമനം പൂർത്തിയാകുന്നില്ല എന്നതാണ് ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളി. ഞങ്ങൾക്ക് അവകാശപ്പെട്ട പോസ്റ്റുകൾ നൽകാതെ ഞങ്ങളില്ല എന്ന വ്യാജ പ്രചരണം സമൂഹത്തിൽ വ്യാപകമാണ്. അതല്ല, ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളിലും 1400ഓളം പേര് ഇനിയും ജോലി കിട്ടാതെ പുറത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ തൊഴിലിടമാണ്. ഞങ്ങൾക്ക് തൊഴിൽ സുരക്ഷ നൽകുക. ഇപ്പം നിങ്ങൾ ഉദ്യോഗാർത്ഥികളില്ല എന്നുള്ളതാണല്ലോ മാനേജ്മെന്റ് വാദം. അതിനോട് നിങ്ങളുടെ വസ്തുത എന്താണ് പറയാനുള്ളത്? നിലവിൽ മാനേജ്മെൻറ്റ് പറയുന്നത് പച്ചക്കള്ളമാണ്. ഭിന്നശേഷിക്കാർ ആവശ്യത്തിലധികം ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് തൊഴിൽ കിട്ടേണ്ടതുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞത് ചില കാറ്റഗറിയിൽ ചില വിഷയത്തിൽ ആളില്ല എന്ന് വരുത്തി തീർത്തിട്ട് ആളില്ല എന്ന വ്യാജ പ്രചരണം നടത്തുകയാണ്. ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില സബ്ജക്റ്റുകളുണ്ട്. അത് 100% ഉറപ്പാണ്. ചില സയൻസ് വിഷയങ്ങൾ, അതുപോലെ കണക്ക് പോലുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ബോർഡുകൾ യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചില സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത് സത്യമാണ്, അംഗീകരിച്ചു കൊടുക്കേണ്ട സത്യമാണ്. അപ്പോൾ ആ സബ്ജക്റ്റുകൾ മാത്രം തെരഞ്ഞു പിടിച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് ആളില്ല എന്ന വ്യാജ പ്രചരണമാണ് നടത്തുന്നത്. എന്നാൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകൾ ഇവിടെയുണ്ട്. ആ പോസ്റ്റിലേക്ക് ഞങ്ങൾ നിയമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് യോഗ്യരായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികളെ സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങളിലേക്ക് എടുത്തിട്ട് മറ്റ് ഫിസിക്സ് പോലുള്ള വിഷയങ്ങളിൽ മറ്റ് ശാരീരിക വിഷയങ്ങൾ ബുദ്ധിമുട്ടുകളില്ലാത്ത ആളുകളെ നിയമിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. അങ്ങനെ നിയമിക്കണം. പിന്നെ UPSCക്ക് ആണെങ്കിൽ ഏത് വിഷയം വേണമെങ്കിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാം. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പോഴത്തേന് അവർ പറയുന്നത് 1ാം കാറ്റഗറി ചെയ്യാം, അതുകൊണ്ട് ആൾക്കാർ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ നിയമപ്രകാരം ചെയ്യേണ്ട പ്രോസസ്സിങ് NSC കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരെ വിളിക്കാം. പക്ഷെ അവർ വിളിക്കുന്നില്ല. അവർ വിളിക്കാത്തപ്പോൾ ഭിന്നശേഷിക്കാർ ചെയ്യുക എന്ന് പറയുന്നത് പച്ചക്കറിയാണ്. ഭിന്നശേഷിക്കാരെ കാറ്റഗറിക്കാർ ചെയ്യുക എന്നത് പറയണം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, ഞാൻ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തതാണ്. 2013 കേറ്ററ്റ് ചേർത്തതാണ്. പക്ഷേ എന്നെ ഒരു തവണ പോലും വിളിച്ചിട്ടില്ല. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ആളില്ല എന്ന് പറയുന്നത്? ന്യായമായ ഒരു കാര്യമേ അല്ല പറയുന്നത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യോഗ്യരായവർ ഇല്ല എന്ന് മാനേജ്മെൻറ്റുകൾ പറയുമ്പോഴും യോഗ്യരായവർ 100 കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ വാദം. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.